നമസ്കാരം. ഇന്ന് നമ്മൾ 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടകവർഷം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത് 2024. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് EV രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023 അർഹരായവർ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി. ബാഡ്മിൻ്റൺ താരങ്ങളാണ് രണ്ടുപേരും. ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ, പാലക്കാട്. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. ദ്രോണാചാര്യ പുരസ്കാരം ലൈഫ് ടൈം 2023 ലഭിച്ച മലയാളി കബഡി പരിശീലകൻ E ഭാസ്കരൻ. 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. സംവിധാനം ഷെയ്സൺ P. ഔസേബ്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം പ്രമേയമാക്കിയ സിനിമയാണിത്. കോവിഡ് വകഭേദം JN1 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളം. അടുത്തിടെ മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനം ലൈലോ. 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച കായിക താരം സാക്ഷി മാലിക്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്ര കുമാർ. 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം ബജറംഗ് പുനിയ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമങ്കൈ. ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി എന്നീ 4 നഗരങ്ങളിൽ വെച്ചാണ് ഗെയിംസ് നടക്കുന്നത്. സാധാരണക്കാർക്ക് വേഗമേറിയതും സ്വകാര്യപ്രദവുമായ തീവണ്ടി യാത്ര സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. ദേശീയ സദ്ഭരണ ദിനം ഡിസംബർ 25. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ 24. ദേശീയ കർഷക ദിനം ഡിസംബർ 23. 2023 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡോക്ടർ B. ഇക്ബാൽ. മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സർക്കാർ ജീവനക്കാർക്ക് ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി ക്രഷ്. അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേര് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അയോധ്യ ധാം. വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയ പൻറോവ ടാഗോറി. രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. പൻറോവ ടാഗോറി.